ഇത് കാണുന്നത് കാന്തല്ലൂരിലെ പെരുമല പഞ്ചായത്തിലെ പെരുമല എന്ന പറഞ്ഞ ദേശത്താണ് നിൽക്കുന്നത്. ഇവിടെ നല്ല ഭംഗിയുണ്ട് ഈ സ്ട്രോബെറി കൃഷിയൊക്കെ. വെള്ളട ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എത്തിയത് പെരുമല എങ്ങനെയാണ് റെസ്പോൺസിബിൾ ടൂറിസത്തില് ഈ വർഷത്തെ ഇന്ത്യയിലെ അവാർഡ് മേടിച്ചു എന്നത് ഒന്ന് പഠിക്കാൻ വേണ്ടിയായിരുന്നു. കാരണം ആ ഒരു പഠനത്തിന് പിന്നിൽ ഞങ്ങൾക്ക് ഒരു ലക്ഷ്യം കൂടെ ഉണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് പ്ലാങ്കുടിക്കാവ്. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും മനോഹരമായൊരു സ്ഥലം വേറെ ഇല്ല. ഏത് വ്യൂവിൽ നിന്ന് നോക്കിയാലും അതിന്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലമാണ് പ്ലാങ്കുടിക്കാവ്. ഇതിനെ റെസ്പോൺസിബിൾ ടൂറിസത്തില് DTPCയുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി അതിനെ മുന്നിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ കാന്തല്ലൂര് 1ാം സ്ഥാനത്ത് എത്തിയെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിന് എത്താൻ സാധിക്കും എന്നൊരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ട എന്റെ സുധീർ സാറ് നമ്മുടെ എന്താണ് പറയാ പ്ലാങ്കുടിക്കാവിനെ പൊട്ടിച്ചു കൊണ്ടുപോകാൻ നിന്ന ഖനന മാഫിയയിൽ നിന്നും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ 3 വർഷം കൊണ്ട് എന്നോടൊപ്പം പേപ്പർ വർക്ക് ചെയ്ത സാറാണ്. അപ്പോൾ സാർ ഇവിടെ വന്ന് ഈ പെരുമലയോട് കൂടെ നിന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പഞ്ചായത്തിലെ ആ പ്ലാങ്കുടിക്കാവിനെ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നല്ല സാധിച്ചു. ഇപ്പോൾ കളക്ടർ ഒരു എഗ്രിമെന്റ് വ്യവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. DTPCയും പഞ്ചായത്തുമായി ചേർന്ന് അടുത്ത വർഷം മുതൽ ഞങ്ങളുടെ പ്ലാങ്കുടിക്കാവും വില്ലേജ് 1ാം വില്ലേജിൽ എത്തുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കണം. അതിന്റെ ഒരു പഠനമാണ് ഇവിടെ നടത്തിയത്. ഞങ്ങള് തീർച്ചയായിട്ടും സാറിന് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാ ഭാഗങ്ങളും നേരുന്നു. താങ്ക് യു സാർ. ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഉണ്ട്. ഏത് സമയവും ആ പ്രവർത്തനങ്ങളുടെ കൂടെ ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്ലാങ്കുടിക്കാവിലാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊരു പഠനയാത്ര കാന്തല്ലൂരിലേക്ക് വെച്ചു. എന്ത് ടൂറിസമാണ് നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിലെ ഈ പ്ലാങ്കുടിക്കാവിൽ നടപ്പിലാക്കാൻ പറ്റും എന്നതായിരുന്നു ഞങ്ങളുടെ വിഷയം. കാന്തല്ലൂരിൽ പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ പച്ചക്കറി കൃഷിയും മറ്റ് സംവിധാനങ്ങളൊക്കെയാണ്. കൃഷി ഇവിടെ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ പഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അവർകള് വലിയൊരു ആശയം നടത്തി അതിന്റെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. എന്ത് ടൂറിസമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള. അപ്പോൾ റെസ്പോൺസിബിൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് വെള്ളട ഗ്രാമപഞ്ചായത്ത് പ്ലാങ്കുടിക്കാവിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ബഹുമാനമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമ്മൾ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയെക്കുറിച്ച് നമ്മളോട് പറയും. അപ്പൊ അതനുസരിച്ചായിരിക്കും നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്ത് ടൂറിസം ഹൈലൈറ്റ് ചെയ്ത് എടുക്കുന്നത്. ബഹുമാനിയെ, വെള്ളട ഗ്രാമപഞ്ചായത്ത് ഒരു പഠനയാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പഞ്ചായത്തിലുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും നല്ല പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പഞ്ചായത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പഞ്ചായത്ത് കാണാനായിട്ട് പോയി. അവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പദ്ധതികൾ അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം ആ ഗ്രാമപഞ്ചായത്ത് നടക്കുന്ന അഡ്വഞ്ചറി ടൂറിസം അത് വളരെയേറെ നമ്മളെ ഗ്രാമപഞ്ചായത്തിന് അനുയോജ്യമായ സ്ഥലം വെള്ളട ഗ്രാമപഞ്ചായത്തിൽ പ്ലാങ്കുടിക്കാവ് പ്രദേശത്ത് ഉള്ളത് കൊണ്ട് തന്നെ അഡ്വഞ്ചർ ടൂറിസം പദ്ധതി വെള്ളട ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ ഈ പ്രദേശം കാണിക്കുകയും അതുവഴി പദ്ധതി യാഥാർത്ഥ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് വെള്ളട ഗ്രാമപഞ്ചായത്ത് ഈ വർഷം ആഗ്രഹിക്കുന്നത്. പ്ലാങ്കുടിക്കാവിൽ നിന്ന് കൂനിച്ചി കൊണ്ടകെട്ടി പ്രദേശത്ത് ഉള്ള റോപ്പ് വേ കൂടി ചെയ്താൽ ഈ പഞ്ചായത്തിന് ഏറ്റവും വലിയ ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റാനായിട്ട് കഴിയും. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഈ വസ്തു ഏകദേശം 50 വർഷ കാലാവധിക്ക് ലീസിലെടുക്കാൻ വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, വെള്ളട ഗ്രാമപഞ്ചായത്തിലെ കാക്കതൂക്കി വാർഡിലെ മെമ്പറാണ് ഞാൻ. എൻ്റെ പേര് ലീലയാണ്. പ്ലാങ്കുടിക്കാവ് അതിമനോഹരമായ പ്ലാങ്കുടിക്കാവിൽ ആണ് അഡ്വഞ്ചർ ടൂറിസം നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.